ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം മറക്കാനാണ് അവളുടെ തീരുമാനമെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. ജീവിതത്തിൽ എപ്പോഴാ സന്തോഷിച്ചെന്ന് ചോദിച്ച കല്യാണത്തിന് ശേഷം കുറച്ചു നാള്. അതായിരിക്കും ഉത്തരം. അത് നിങ്ങൾ പരമാവധി സന്തോഷിച്ചു. ശരി, ഇപ്പൊ മുത്തശ്ശിയുടെ അസുഖത്തിന് എന്താ ചെയ്യേണ്ടത്? ഞാനൊരു ചുക്കാപ്പി ഇട്ടെന്നാലോ? ചുക്കാപ്പിയൊന്നും ഇപ്പൊ വേണ്ട മോളെ. എന്നാ എങ്കി വാ, നമുക്കൊന്ന് ആവി പിടിക്കാം. എനിക്കിപ്പൊ വിയർക്കാൻ വയ്യ. ആ, എത്ര വയസ്സായാലും അസുഖം വന്നാ പിന്നെ കൊച്ചുകുട്ടികളുടെ വാശിയാ. അത് അച്ഛനോ അതെ, മുത്തശ്ശിക്കോ അതെ, എല്ലാവരും അങ്ങനെ തന്നെയാ. അത് കൊറേ ഓടി വയസ്സായി ക്ഷീണിക്കുമ്പോൾ നീയും ഇത് തന്നെ കാണിക്കും. ശരി, എന്നാലേ ഞാൻ കുറച്ച് ബാമിട്ട് തരട്ടെ? മാറുന്നുണ്ടോ നമുക്ക് നോക്കാലോ. വേണ്ട മോളെ. ആഹാ, അവിടെ അടങ്ങിക്കിടന്ന് ഞാൻ പറയുന്ന അനുസരിച്ചാ മാത്രം മതി. മുത്തശ്ശി ഇങ്ങനെ തളർന്നു കിടക്കുന്ന കാണാൻ സത്യം പറഞ്ഞ ഒരു രസവും ഇല്ല. മുത്തശ്ശി ആറ്റും മണമേലെ ഉണ്ണിയാർച്ചയെ പോലെ വാളും പരിചയൊക്കെ എടുത്ത് കണിമംഗലത്തിന്റെ അകത്ത് നടക്കുന്നതാ അതിന്റെ ഒരു ഐശ്വര്യം. വയസ്സാങ്കാലത്ത് എനിക്കിനി ഈ ഒരു പട്ടം കൂടിയേ കിട്ടാനുള്ളൂ. നാളെ മുതൽ ഞാൻ കളരി പഠിച്ചു തുടങ്ങാം. എന്തു പറ്റി? ഒന്നുമില്ല മോളെ. എന്തോ കാര്യമുണ്ടല്ലോ. സൂര്യയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഞാനും പത്മിനിയും പരമേശ്വരനും ഒക്കെ ഒന്നിച്ചിരുന്ന് കുറേ നേരം സംസാരിക്കുമായിരുന്നു. വരുന്ന പെൺകുട്ടി എങ്ങനെയായിരിക്കും, നമ്മളോടൊക്കെ എങ്ങനെയാവും പെരുമാറുക എന്നൊക്കെ. വരുന്നത് നമ്മുടെ കുടുംബത്തിലേക്കല്ലേ. നമ്മുടെ ശീലങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചോളും, നമ്മളോടൊക്കെ ഇണങ്ങിക്കോളൂ എന്ന് ഒരു ആശ്വാസത്തിലെത്തിയിരുന്നു. പക്ഷേ വന്നു കയറിയ കൽപ്പന നേരെ മറിച്ചായിരുന്നു. അവൾക്ക് അവളുടേതായൊരു ലോകം വേണമായിരുന്നു. അവിടെ ബാക്കിയുള്ളവരൊക്കെ ശല്യക്കാരായിരുന്നു. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല. മറ്റുള്ളവരുടെ കാര്യം കഴിഞ്ഞിട്ടേ നീ നിന്നെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. സത്യം പറഞ്ഞ കണിമംഗലം കാത്തിരുന്നത് ഇങ്ങനൊരാളെയാ. വേണ്ട വേണ്ട, എന്നെ ഒരുപാട് പുകഴ്ത്തൊന്നും വേണ്ട. ആ, കുറച്ച് കഴിയുമ്പോ ചിലപ്പോ ഞാനും അങ്ങ് അഹങ്കരിച്ചു പോവും. അഹങ്കാരം നിന്റെ മനസ്സിൽ തട്ടണമെങ്കിലേ നീ വേറൊരു ജന്മം ജനിക്കണം. ഈ ജന്മം നിന്നെ കൊണ്ടത് സാധിക്കില്ല. അക്കാര്യത്തിൽ മുത്തശ്ശിക്ക് ഉറപ്പുണ്ട്. വരുണിനോട് ഞാൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. തെളിഞ്ഞു കത്തുന്ന വിളക്കുപോലെ ഒരു പെൺകുട്ടി അവന്റെ ജീവിതത്തിൽ വരണമെന്ന്. ഇപ്പൊ വന്നു. ഒന്നല്ല, 7 തിരിയിട്ട് തെളിഞ്ഞു കത്തുന്ന ഒരു വിളക്ക്.
എല്ലാം മറക്കാനാണ് അവളുടെ തീരുമാനമെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. കൽപ്പന, ഞാൻ മുറിക്ക് പുറത്തുണ്ട്. നീ ഇപ്പൊ പുറത്തു വന്നില്ലെങ്കിൽ നിനക്കത് ബുദ്ധിമുട്ടാവും. കൽപ്പന, ഞാൻ മുറിക്ക് പുറത്തുണ്ട്. നീ ഇപ്പൊ പുറത്തു വന്നില്ലെങ്കിൽ നിനക്കത് ബുദ്ധിമുട്ടാവും.